അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ടീച്ചറുടെ ചക്കര കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേറ്റോ? എല്ലാവരും ഉഷാറല്ലേ? ഹൽ അൻതും മസ്റൂറൂൻ? ടീച്ചറുടെ ചക്കര കുട്ടികൾ എല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വൃത്തിയിൽ പല്ലൊക്കെ തേച്ച് വൃത്തിയിൽ കുളിച്ച് നല്ല ഭംഗിയിൽ മുടി ചീവി എല്ലാവരും ഉഷാറോടെ ഇരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലേ? നല്ല കുട്ടികളാണ്. ടീച്ചറെ ചക്കര കുട്ടികൾ ഇനി സ്കൂളൊക്കെ തുറന്നാൽ ഇൻഷാ അല്ലാഹ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് വരുംല്ലേ? അത് കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞാലോ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. വീട്ടിലേക്ക് പോയിട്ട് കുറേ നേരം കളിക്കും, പഠിക്കും ഒക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ രാത്രിയാവില്ലേ? രാത്രി എല്ലാവർക്കും ഇഷ്ടമാണോ? അള്ളാഹു നമുക്ക് ഉറങ്ങാൻ തന്ന സമയമാണ് രാത്രി. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടും ഒരുപാട് കളിച്ചും ഒരുപാട് നടന്നും ഒക്കെ ഉണ്ടാവും അല്ലേ? അതിനുള്ള വിശ്രമിക്കാൻ വേണ്ടിയാണ് രാത്രി നൽകിയത്. അള്ളാഹുവാണ് നമുക്ക് രാവും പകലും ഒക്കെ നൽകുന്നത്. അപ്പോൾ ടീച്ചറുടെ ചക്കര കുട്ടികൾ രാത്രി എന്തൊക്കെ കാണാറുണ്ട്? ആകാശത്ത് തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ കാണും. പിന്നെയോ രാത്രി ആകാശത്ത് നല്ല ഭംഗിയുള്ള അമ്പിളിമാമനെയും കാണാൻ പറ്റുംല്ലേ? അതുപോലെ വീടുകളിലും റോഡുകളിലും ഒക്കെ ലൈറ്റ് കാണും ല്ലേ? നല്ല ഭംഗി ഉണ്ടാവില്ലേ അത് നോക്കുമ്പോൾ? ടീച്ചറെ ചക്കര കുട്ടികൾ എന്ത് ചെയ്യും? രാത്രി ഉറങ്ങും. അപ്പോൾ നമുക്ക് ആരാ ഉറക്കം നൽകുന്നത്? അള്ളാഹുവാണല്ലേ നമുക്ക് ഉറക്കം നൽകുന്നത്. നമ്മൾ ഉറങ്ങിയ ശേഷം എന്തെങ്കിലും അറിയോ? നമ്മൾ ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് വരെ നമ്മളൊന്നും അറിയില്ല. അതുവരെ നമ്മളുടെ ജീവനെ ആരാ സംരക്ഷിക്കുന്നത്? അള്ളാഹുവാണല്ലേ, നമ്മുടെ റബ്ബായ അള്ളാഹു. അപ്പം നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ടീച്ചർ അന്നൊരു ദിവസം ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായി. എൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? ടീച്ചർ ഒന്നും കൂടി പാടിത്തരാം. ഉറക്കം തന്നവനല്ലാഹു, ഉണർച്ച തന്നതും അല്ലാഹു, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഓർക്കണം ഓർക്കണം അല്ലാനെ. എന്താ ടീച്ചർ പറഞ്ഞ്? ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കുക? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴുള്ള പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം ഇനി നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലണ്ടേ? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൈയും കാലും ഒക്കെ വൃത്തിയാക്കിയിട്ട് ബെഡിൽ കയറിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഈ 3 സൂറത്തും ഓതിയിട്ട് വേണം കിടക്കാൻ. എന്നിട്ട് കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ടീച്ചറിൻ്റെ ചക്കര കുട്ടികൾ എല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കണം. കുഞ്ഞു പ്രാർത്ഥനയാണ്. ടീച്ചർ ആ പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ? എല്ലാവരും ഉഷാറോടെ പഠിക്കില്ലേ? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഇതാണ് പ്രാർത്ഥന. ചെറിയ പ്രാർത്ഥന അല്ലേ? വളരെ എളുപ്പത്തിൽ പഠിക്കാം. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഇപ്പൊ തന്നെ പഠിച്ചു കാണും എല്ലാവരും. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഇനി ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. ബിസ്മിക അല്ലാഹുമ്മ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ
അമൂതു വ അഹ്യ. ടീച്ചർ ചക്കര കുട്ടികൾ പഠിച്ചോ? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഇതാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന. അപ്പോൾ ടീച്ചറിൻ്റെ ചക്കര കുട്ടികളെല്ലാവരും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഒക്കെ ഓതി നല്ല കുട്ടികളായിട്ട് കിടന്നുറങ്ങാൻ സമയത്ത് നമ്മൾ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാൻ. ഇനി ടീച്ചറുടെ ചക്കര കുട്ടികൾ ഈ കുഞ്ഞ് പ്രാർത്ഥന പഠിച്ചിട്ട് ടീച്ചർക്ക് ഓഡിയോ അയച്ചു തരണം. ഒന്നും കൂടി പറഞ്ഞേ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഇനി നമുക്ക് പീസ്ഫുൾ നൈറ്റ് ആ പാഠത്തിലെ 43-ാമത്തെ പേജിൽ ടിക്ക് ദി നൈറ്റ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് രാത്രിയുള്ള പിക്ചറുമുണ്ട്, രാവിലെയുള്ള പിക്ചറുമുണ്ട്. ഈ ചിത്രങ്ങളിൽ രാത്രി ഏതൊക്കെ ചിത്രങ്ങളാണ് ഉള്ളതെന്ന് എൻ്റെ മക്കൾ ടിക്ക് ചെയ്തിട്ട് ടീച്ചർക്ക് ഫോട്ടോ അയച്ചു തരണം. എൻ്റെ ചക്കര കുട്ടികളെല്ലാവരും വേഗം പ്രാർത്ഥന പഠിച്ചിട്ട് ടീച്ചർക്ക് ഓഡിയോ അയച്ചു തരണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.